Recording in progress. ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ സെഷൻ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കമ്മീഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 ഫോം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. 1981 എയർ ആക്ടിലൂടെ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ നാഷണൽ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻസ് ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് എന്ന് പറയുന്നത്. ആണോ? നോക്കാം നമുക്ക്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വിൽ റീപ്ലേസ് ദ എൻവിറോൺമെന്റ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അതോറിറ്റി EPCA ഓഫ് ദ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. അതായത് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്ന കമ്മീഷൻ വരുന്നതിന് മുൻപ് അവിടെ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ അതോറിറ്റി എന്ന് പറയുന്ന പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു. ആ അതോറിറ്റിയെ മാറ്റിക്കൊണ്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? നമ്മളുടെ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതിന്റെ ഉത്തരം നമുക്ക് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തു പോകാം. കാരണം എന്താണ്? നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള, അതായത് റീസെന്റ് ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണ്? ഇത് 2021 കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ആക്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് ആക്ട് വഴി ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കമ്മീഷനാണ് നമ്മളുടെ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ വാട്ടർ ആക്ടിന്റെയോ എയർ ആക്ടിന്റെയോ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെയോ ഒന്നും അണ്ടറിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അല്ല. സെപ്പറേറ്റ് ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമമാണ് നമ്മളുടെ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. 2021 ആ ആക്ട് പാസ്സാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം, 2021 പാസ്സാകുന്ന നിയമമാണെങ്കിലും വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എയർ ആക്ടിന്റെ അണ്ടറിൽ കൊണ്ടുവരാം. പക്ഷേ ഈ ഒരു ഓർഗനൈസേഷൻ സെപ്പറേറ്റ് ആക്ട് ആയിട്ട് തന്നെയാണ് പാസ്സായിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം തെറ്റരുത്. പലരും 2021 ഫോം ചെയ്തതെന്ന് അറിയാമായിരിക്കും. പക്ഷേ എയർ ആക്ടിന്റെ അണ്ടറിലാണോ അല്ലെ ഒന്നും ചിലപ്പോൾ ഒരു സംശയം വരാം. സോ അങ്ങനെയുള്ള സംശയത്തിനൊന്നും ഇട കൊടുക്കരുത്. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു. അതിനെ മാറ്റിക്കൊണ്ടാണ് നമ്മളുടെ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന കമ്മീഷൻ വന്നിരിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. കാരണം 2012 മുതൽ എന്താണ്, പൊല്യൂഷന്റെ അളവ് കൂടുകയും പൊല്യൂഷൻ നിലവിലുള്ള കമ്മിറ്റീസ്, അതായത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ട്, ദെൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടറിലും എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലൊന്നും പരിഹരിച്ചിട്ട് പരിഹാരമാകാത്തത് കൊണ്ട് കോടതി ഡയറക്റ്റ് എന്ത് ചെയ്തതാണ്? കോടതി ഡയറക്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ആക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ അത് വന്നു കഴിഞ്ഞപ്പോ അതുവരെ നമ്മളുടെ ക്യാപിറ്റൽ റീജിയൻ ടെറിട്ടറിയിൽ ഉണ്ടായിരുന്ന അതോറിറ്റീസിനെ എല്ലാം മാറ്റി. എന്നിട്ട് പറഞ്ഞു കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് ഇനി മുതൽ നാഷണൽ ക്യാപിറ്റൽ റീജിയനിലും അതിന് അഡ്ജോയിനിങ് ആയിട്ടുള്ള റീജിയനുകളിലും എന്ത് ചെയ്യുന്നത്? പൊല്യൂഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് നമ്മളുടെ ഈ ആക്ടിലൂടെ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഇത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 ഓൺലി ആണ് ഇതിലെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്നായതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ലാസ്റ്റിലേക്ക് നമ്മളുടെ ക്വസ്റ്റിന്റെ ആൻസർ നീക്കി വെക്കാത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കറക്റ്റ് ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു PSLV C62. സോ ഇന്നലെ നമ്മൾ എന്താ ചെയ്തേ? നമ്മളൊരു PSLV C62 മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തേർഡ് സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി? ഫോർത്ത് സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുൻപ് തേർഡ് സ്റ്റേജിൽ വെച്ചിട്ട് അത് ഫെയിൽ ആയി പോവുകയാണ് ചെയ്തത്. സോ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു
ഹോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ധീരമായിട്ടുള്ള ഒരു കുതിര എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകൾ. അത് എന്താണ് തെറ്റു പറ്റുന്നത് അല്ലെങ്കിൽ അത് ഫെയിൽ ആകുന്നത് തുലവും തുച്ഛമാണ്. അതായത് കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ 4 മിഷനുകളിൽ മാത്രമാണ് ഈ PSLV എന്ന് പറയുന്ന വെഹിക്കിള് ലോഞ്ച് ഫെയിൽ ആയിരിക്കുന്നത്. ഓക്കെ, ദെൻ വൈറ്റ് മാറ്റർ ഇടക്ക് ചില ഫെയിലിയേഴ്സ് വരാറുണ്ട്, തീർച്ചയായിട്ടും വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 ഫെയിലിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നടന്നത് 1993 കാലഘട്ടങ്ങളിലാണ്, 93, 94 കാലഘട്ടങ്ങളിൽ. രണ്ടാമത്തെ ഫെയിലിയർ നടന്നത് 2017 മൂന്നാമത്തെ ഫെയിലിയർ നടക്കുന്നത് 2025 മെയ്യിലാണ്. ഓക്കെ, നാലാമത്തെ ഫെയിലിയർ നടക്കുന്നത് ഇന്നലെയാണ്. സോ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്രയാണ് 2 ഫെയിലിയറുകൾ അടുപ്പിച്ചു വരികയാണ്. C61 എന്ന് പറയുന്ന കഴിഞ്ഞ മെയ്യിൽ നടന്നിരുന്ന മിഷനും C62 എന്ന് പറയുന്ന ഈ വർഷം ഇന്നലെ നടന്ന മിഷനും ഫെയിൽ ആയി പോയിരിക്കുകയാണ്. ഇത് ചെറിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് PSLV C62 മിഷൻ എന്നത് നമ്മൾ നോക്കും. ദെൻ എന്താണ് കറന്റ് ഉള്ള പ്രോബ്ലം എന്ന് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ നോക്കും. ഇന്നത്തെ എഡിറ്റോറിയൽ സെഷനും ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ്, അല്ലെങ്കിൽ ഈ വിഷയത്തെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്തിരിക്കുകയാണ്. സോ അതും കൂടിയിട്ട് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊണ്ട് ഈ ഫസ്റ്റ് ഡിസ്കഷൻ നമ്മൾ എൻഡ് ചെയ്യും. സോ PSLV C62 മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18ഓളം പേലോഡുകൾ, പർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ EOS N1 അന്വേഷണ, അതായത് നമ്മളുടെ ജോഗ്രഫിയെ കുറിച്ച് പഠിക്കാനായിട്ടും ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ടുമുള്ള ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള അന്വേഷ അല്ലെങ്കിൽ EOS N1 എന്ന് പറയുന്ന ഒരു പ്രൈമറി പേലോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഒരു പ്രൈമറി സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. ദെൻ അതുകൂടാണ്ട് ഇന്ത്യയിലെ പ്രൈവറ്റ് ഓർഗനൈസേഷനുകളുടെയും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള കൺട്രീസിന്റെയും 15ഓളം പേലോഡുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡറി പേലോഡും പ്രൈമറി പേലോഡുകൾ അടക്കം 16 മുതൽ 18 വരെ, അതായത് ഈ EOS N1 തന്നെ ചിലപ്പോൾ സെക്കൻഡറി പേലോഡുകൾ ഉണ്ടാവും. അങ്ങനെയാണ് 18 എന്ന് പറയുന്ന എണ്ണം വരുന്നത്. സോ അങ്ങനെ 15 മുതൽ 18 വരെയുള്ള പേലോഡുകളുമായിട്ടാണ് ആര് മുന്നോട്ട് പോയത്? നമ്മളുടെ PSLV C62 എന്ന് പറയുന്ന മിഷൻ പോയത്. സോ പ്രൈമറി ആയിട്ടുള്ള പേലോഡ് എന്തിലായിരുന്നു? എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആയിരുന്നു. അതായത് എർത്തിനെ ഒബ്സർവേറ്റ് ചെയ്യാൻ, അതായത് എന്താണ് നമ്മളുടെ ജോഗ്രഫി അല്ലെങ്കിൽ നമ്മളുടെ മഴ ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നതിനുള്ള ബേസിക് സാറ്റലൈറ്റ് ആണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്റെ ആദ്യത്തെ ചോദ്യം, ഓക്കെ, എവിടെയായിരിക്കും ഈ ഒരു സാറ്റലൈറ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് നിൽക്കുന്നത്? അതായത് ലോ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലാണോ, മിഡിൽ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലാണോ, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലാണോ? ഓഫ് കോഴ്സ് ലോ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലായിരിക്കും. കാരണം എന്താണ്? എർത്തിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് പോയതാണ്, ചില സ്ഥലങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് പോയ പേലോഡാണ്. സോ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലേക്ക് വരണം? ഇത് ഏത് ഏരിയയിലാണ് വിക്ഷേപിച്ചിരിക്കുന്നത്? അതിന് തൊട്ട് നമ്മൾ എടുത്തു പറയൊന്നുമില്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. സോ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? നമ്മളുടെ ലോ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലേക്കാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദെൻ ഒരു 15ഓളം സെക്കൻഡറി സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നു. പെർട്ടിക്കുലർലി പല വിദേശ രാജ്യങ്ങളുടെയും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഇന്ത്യൻ പ്രൈവറ്റ് ഓർഗനൈസേഷനുകളുടെയൊക്കെ സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ലക്ഷ്യത്തിലെത്താണ്ട് ഒരു തേർഡ് സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോഴേക്കും തകർന്ന് വീഴുകയാണ്. ഓക്കെ, എന്തായിരിക്കും ഇതിനുള്ള റീസൺ? ഓക്കെ, എന്തായിരിക്കും? കഴിഞ്ഞ 2 മിഷൻസും ഫെയിലിയർ ആണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? സോ ഇന്ന് നമ്മളുടെ ഹിന്ദു എഡിറ്റോറിയൽ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് റെക്കറിംഗ് ടെക്നിക്കൽ ഫെയിലിയേഴ്സ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഗ്യാപ്പ്. അതായത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫെയിലിയർ ആകാണ്ട് എന്ത് ചെയ്യണം? ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തണം. ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തണം. എവിടെയൊക്കെയാണ് ക്വാളിറ്റിയിൽ പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, സോ C61 റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേംബറിന്റെ പ്രഷറിന്റെ ലോസ് ചെയ്തത് കൊണ്ടാണ് അത് ഫെയിലിയറിലേക്ക് എത്തിയത് എന്ന് പറയുന്നു. C62 പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ചിട്ട് റോൾ റേറ്റ് ഡിസ്റ്റർബൻസ് കാരണമാണ് അത് ഫെയിലിയറിലേക്ക് എത്തിയത് എന്ന് പറയുന്നു. എന്നാൽ നമ്മളുടെ ഹിന്ദു എഡിറ്റോറിയൽ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ട്രാൻസ്പെറൻസി, ISROയുടെ ഒപ്പാസിറ്റി വെസസ് ISRO's ട്രഡീഷണൽ കൾച്ചർ ഓഫ് ട്രാൻസ്പെറൻസി.
പെർട്ടിക്കുലർലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ C61, ഇത് C62 ആണല്ലോ. C61 ലോഞ്ച് ചെയ്തിട്ട് ഫെയിലിയർ ആയ സമയത്ത് അവർ ഒരു ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റി രൂപീകരിച്ചു. ഓക്കെ, ഏത് ഫെയിലിയർ ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റി രൂപീകരിക്കും. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് അനലൈസ് ചെയ്യുന്നു. സോ നമ്മൾ പ്രിലിംസ് ഒക്കെ പഠിച്ചിട്ട് എന്താണ് ടെസ്റ്റ് സീരീസുകളൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അനാലിസിസ് നടത്തില്ലേ? അതേപോലെ എന്തുകൊണ്ട് തോറ്റു എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റി നമ്മൾ രൂപീകരിക്കും. അതിന്റെ റിപ്പോർട്ട് പരസ്യമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? അല്ലെങ്കിൽ ബേസിക് ഇൻഫർമേഷനുകൾ മാത്രമേ അറിയത്തുള്ളൂ. നമ്മളുടെ ചേംബറിന്റെ പ്രഷർ ലോസ് ആയതാണ് എന്നുള്ള ബേസിക് ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം പ്രൈം മിനിസ്റ്ററിന് ടേബിൾ ചെയ്യുകയാണ് ചെയ്തത്. സോ മുൻപ് അങ്ങനെയായിരുന്നില്ല. എന്താണ് കാര്യകാരണങ്ങൾ നടക്കമുള്ള ഡീറ്റെയിൽസ് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു മുൻപുണ്ടായിരുന്ന ട്രാൻസ്പെറൻസി കൾച്ചർ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ട്രാൻസ്പെറൻസിയിൽ നിന്ന് അവര് മാറുകയാണ്. സോ അതൊരു കാര്യമായിട്ട് മാറുന്നു. ദെൻ നമ്മള് കഴിഞ്ഞ ദിവസം ഇൻസ്പേസിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ NSIL കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് ഓൺഡ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണ്. എന്തിനു വേണ്ടിയിട്ട്? കൊമേഴ്ഷ്യലൈസേഷന് വേണ്ടിയിട്ട്. നാഷണൽ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ കമ്പനി 2019 ഫോം ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ കൊമേഴ്ഷ്യലൈസേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രയാണ് 15ഓളം സെക്കൻഡറി സാറ്റലൈറ്റുകളുമായിട്ടാണ് ഈ ഒരു PSLV C62 എന്ന് പറയുന്ന മിഷൻ പറന്നുയർന്നത്. അതിൽ പല കൺട്രീസിന്റെയും സാറ്റലൈറ്റുകൾ ഉണ്ട്. ഇവരെല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സാധനം നമ്മളുടെ അടുത്താണ്. അത് തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം തകരുന്നതിന്റെ ചെറിയ സൂചനകളായിട്ട് അവര് വേണമെങ്കിൽ കണക്കാക്കാം. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? കൊമേഴ്ഷ്യൽ കോൺസിക്വൻസസ്. കൊമേഴ്ഷ്യൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർലി ഫോർ എക്സാമ്പിൾ ഞാൻ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്, അല്ലെങ്കിൽ എന്താണ് മലേഷ്യ എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്. എനിക്ക് PSLV വഴിയിട്ട് ഞങ്ങളുടെ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കണം. സോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ മലേഷ്യയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സാറ്റലൈറ്റ് ഞാൻ ISROയ്ക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, സോ ഇതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഏരിയ ആണല്ലോ മലേഷ്യയെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടുമാണ്. സോ മലേഷ്യ എന്ത് ചെയ്യും? മലേഷ്യ ഇതിനൊരു പെർട്ടിക്കുലർ ഇൻഷുറൻസ് എടുക്കും. ഓക്കെ, സോ നമ്മൾ ഹെൽത്തിന് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ, വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ, സാറ്റലൈറ്റുകൾക്കും സോവറിൻ കൺട്രീസ് ഇൻഷുറൻസ് എടുക്കും. ഈ ഇൻഷുറൻസ് എന്തിന്റെ ബേസിസിലാണ് റേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് ഓരോ കൺട്രിയും ക്രിയേറ്റ് ചെയ്യുന്ന ഫെയിലിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രീമിയം നിശ്ചയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നാസയിലൂടെ ഒരു മലേഷ്യയുടെ ഒരു സാറ്റലൈറ്റ് പോകണമെങ്കിൽ, നാസ വിക്ഷേപിക്കുന്ന ഒരു പേടകത്തിലൂടെ മലേഷ്യയുടെ സാറ്റലൈറ്റ് പോകണമെങ്കിൽ മലേഷ്യ നിശ്ചിത തുക ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഓക്കെ, സോ ഇൻഷുറൻസ് കമ്പനി തീരുമാനിക്കും നാസയുടെ വിക്ഷേപണങ്ങളിൽ ചില റിസ്ക് ഫാക്ടറുകൾ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇൻഷുറൻസ് തുക കൂടുതലായിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക കൂടുതലായിട്ട് നമ്മൾ പ്രീമിയം കൊടുക്കും, പ്രീമിയം ഇടും. അപ്പൊ ആ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? നാസയുടെ പേടകത്തിലൂടെ, നാസയുടെ റോക്കറ്റിലൂടെ നമുക്ക് ആ സാറ്റലൈറ്റ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇന്ത്യയുടെ സാറ്റലൈറ്റ്സ് കൊണ്ടുപോകണമെങ്കിൽ, ഇന്ത്യയുടെ റോക്കറ്റിലൂടെ സാറ്റലൈറ്റ്സ് കൊണ്ടുപോകണമെങ്കിൽ നിശ്ചിത തുക പ്രീമിയം ആയിട്ട് അടച്ചിരിക്കണം. ഈ പ്രീമിയം ഉയരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നല്ല, ഉയരും. അടുത്ത പ്രാവശ്യം തുടങ്ങിയിട്ട് ഇൻഷുറൻസ് കമ്പനീസ് വിൽ ബി സ്കെപ്റ്റിക്കൽ. അപ്പൊ എന്ത് പറ്റും? നമ്മളുടെ ഇൻഷുറൻസ് പ്രീമിയം ഹൈ ആകും. സോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പൈസയ്ക്ക് നമ്മൾ എന്ത് വിടും? റോക്കറ്റുകൾ വിടും. ഓക്കെ, നാസയുടെയും ഇന്ത്യയുടെയും എക്സ്പെൻസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ചെറിയ പൈസയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും? റോക്കറ്റുകൾ, സാറ്റലൈറ്റ് നമ്മളുടെ ബഹിരാകാശത്തേക്ക് എത്തിച്ചു കൊടുക്കും. ഓക്കെ, സോ ഇൻഷുറൻസ് പ്രീമിയം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാകില്ല. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൺട്രീസ് എന്ത് ചെയ്യും? ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക്, ഫോർ എക്സാമ്പിൾ ജപ്പാൻ ഇതുപോലെ ഉണ്ടല്ലോ, ചൈനയ്ക്കുണ്ട്, ദെൻ എന്താണ് വേറെ പല രാജ്യങ്ങൾക്കും എന്തുണ്ട്, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളുണ്ട്, അവരിലേക്ക് കൊടുക്കും. ഇന്ത്യക്ക് മാത്രം എന്നുള്ള നിലയില്ലല്ലോ. സോ അങ്ങനെ നമ്മുടെ മാർക്കറ്റ് താഴേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ തിരിച്ചു വരുന്നു. ജാനുവരി 1 തീയതിയിലത്തെ പത്രം എന്താണ് സോമനാഥൻ സാർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? $8 ബില്യൺ എക്കോണമിയിൽ നിന്ന് $40 ബില്യൺ എക്കോണമിയിലേക്ക് നമ്മളുടെ സ്പേസ് സ്റ്റേഷനുകളെ, അല്ലെങ്കിൽ സ്പേസ് മിഷനുകളെ, സ്പേസ് പ്രോഗ്രാമുകളെ, സ്പേസ് എക്കോണമിയെ വളർത്തണം. അപ്പൊ അതിനൊക്കെ വലിയ പങ്ക് വഹിക്കുന്നത് ഈ എന്താണ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ പേലോഡുകളും
അത് നമ്മൾ സാറ്റലൈറ്റുകളിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന ലാഭവും ഒക്കെയാണ്. സോ ഇങ്ങനെ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് വരുന്നത് നമ്മളുടെ ചില പ്രോബ്ലംസ് ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം. പല കോൺസ്പിറസി തിയറീസും എയറിലുണ്ട്. എന്താണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഫെയിലിയേഴ്സ് വരാനായിട്ടുള്ള കാരണം? ഇതിന്റെ പല കോൺസ്പിറസി തിയറീസും എയറിലുണ്ട്. സോ എന്താണ് കൃത്യമായിട്ട് ഉത്തരം എന്നുള്ളത് അത് ISRO തന്നെ, ഇസ്രോ തന്നെ വിശദീകരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ. നെക്സ്റ്റ് ഡിസ്കഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ 3-month ഹൈ ഇൻ ഡിസംബറിൽ 3-month ഹൈയിലാണ് നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇരിക്കുന്നത്. എത്രയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ? 1.33 ആണ് ആവറേജ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? അതായത് RBIയുടെ നിയമപ്രകാരം ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എത്രയാണ്? RBIയുടെ നിയമപ്രകാരം RBI ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 4 ± 2. അതായത് 4 നമ്മളുടെ ഒരു ബേസിക് ലിമിറ്റ്. അതിൽ നിന്ന് 2 വരെ താഴേക്ക് പോകാം, വേണമെങ്കിൽ 6 വരെ മുകളിലേക്ക് പോകാം. മാക്സിമം 6, മിനിമം ലിമിറ്റ് 2 ആണ് നമ്മളുടെ ബേസിക് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കറന്റ് എത്രയാണ്? 1.33 ആണ്. അതായത് ഇൻഫ്ലേഷൻ നമ്മളുടെ ഏറ്റവും മിനിമത്തിലും താഴെയാണ്. വിച്ച് മീൻസ് ഇൻഫ്ലേഷൻ റിലേറ്റീവ്ലി ഹൈ ലോ ആണ്. നമ്മൾ പലപ്പോഴായിട്ട് പത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. സോ അന്ന്, അതായത് എന്നാണ്? നവംബറിലാണോ ഒക്ടോബറിലാണോ എന്നറിയില്ല, ഇൻഫ്ലേഷൻ ഇതേപോലെ 9 months ലോ ആയിരുന്ന ഒരു സമയത്ത് ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലെ ചില പ്രശ്നങ്ങൾ. എന്തൊക്കെയായിരുന്നു ആ പ്രശ്നങ്ങൾ? സോ ആ പ്രശ്നങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് എടുത്തത്. അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ ലോ ആണെന്ന് പറയുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടാത്ത, കാൽക്കുലേറ്റ് ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ്? എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷൻ. അതായത് ഇന്ത്യയിൽ ഒരു എന്താണ്, UKGയിലും LKGയിലും പഠിക്കുന്ന, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് അറൌണ്ട് 108 to 109% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഹെൽത്ത് എക്സ്പെൻസസ്. സോ ഇൻഫ്ലേഷൻ ഇൻ ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഈ 2 കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല? നമ്മൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതായത് വിദ്യാഭ്യാസവും എന്താണ്, ആരോഗ്യപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ചെലവുകളെ റീറ്റെയിൽ ഇൻഫ്ലേഷനുകളിൽ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഫുഡ് ഇൻഫ്ലേഷനുമായിട്ട് കണക്റ്റാണ്. സോ ഫുഡ് ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ അരിക്ക് വില കുറവാണ്. ഓക്കെ, അതായത് ലാസ്റ്റ് വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ അരിക്ക് വില കുറവാണ്. അല്ലെങ്കിൽ ബേസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ജനറൽ പ്രൈസ് ലെവൽ 1.33% മാത്രമേ നടന്നിട്ടുള്ളൂ. സോ ഇറ്റ്സ് എ മോഡറേറ്റ് ലെവൽ. എന്നാൽ അനുബന്ധ ചെലവുകളോ, അതായത് എഡ്യൂക്കേഷൻ, നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് സർവീസ്, അങ്ങനെ ഡിഫറെന്റ് സെക്ടറുകളിൽ ഉണ്ടാകുന്ന പ്രൈസുകളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത് ഇവിടെയും നമുക്ക് പറയാനായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മിനിമം ലെവലിനേക്കാളും കുറവാണ്. അത് 2% ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. 4 വരെ ആയിക്കഴിഞ്ഞാൽ, 3% ഒക്കെ ഒരു എന്താണ്, നല്ല എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം 3% ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി, എന്താണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. സോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്താണ്, ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്താണ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണ്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണ് എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം എന്താണ്, പലതവണ ഓരോ മാസവും എന്താണ് ഇൻഫ്ലേഷനെ കുറിച്ച് വാർത്ത വരുമ്പോൾ നമ്മളത് ബേസിക് കവർ ചെയ്ത് പോകാറുണ്ട്. ഇനി അങ്ങനെ നമ്മൾ പോകില്ല നമ്മളുടെ പ്രിലിംസിന്റെ കാലം വരെ. ഓക്കെ, സോ നെക്സ്റ്റ് ജൂൺ വരെയും നമ്മൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും പിന്തുടരുന്നത്. കാരണം എന്താണ്, പ്രിലിംസിന് ഇനി അധികം കാലമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ. ജർമ്മനിയുടെ ചാൻസലർ ഇന്ത്യ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. മോദി അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് നമ്മളുടെ എന്താണ് ആശ്രമം കാണിക്കുന്നുണ്ട്, ഗാന്ധിജിയുടെ. ദെൻ പട്ടം പറപ്പിക്കുന്നുണ്ട്. എല്ലാ പരിപാടികളിലും മോദിജി ഒപ്പമുണ്ട്. സോ ഈ അവസരത്തില് ഇന്ത്യ ജർമ്മൻ റിലേഷൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് ഇന്ത്യ ജർമ്മൻ റിലേഷൻസ്? എങ്ങനെയാണ് ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള റിലേഷൻസ്? അതിനു മുൻപ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു രാജ്യത്തെ കുറിച്ചുള്ള റിലേഷൻസ്, ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ 5 ഹെഡ്സിൽ എന്ത് ചെയ്യും? 5 ഹെഡ്സിൽ നമ്മളുടെ റിലേഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ഈസ് പൊളിറ്റിക്കൽ റിലേഷൻ, സെക്കൻഡ് ഈസ് എന്താണ് കൾച്ചറൽ റിലേഷൻ, ദെൻ സ്ട്രാറ്റജിക് ആൻഡ് ഡിഫൻസ് റിലേഷൻ, ദെൻ ടെക്നോളജിക്കൽ റിലേഷൻ,
ദെൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ ഹെഡ് കൂടിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട്, ന്യൂ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷനുകളിൽ ഇന്ത്യ എങ്ങനെ ഭാഗവാക്കുകളാകുന്നു എന്നുള്ളത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ എന്തായിരുന്നു? ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരതകൾ അനുഭവിക്കപ്പെട്ടിട്ടുള്ള രാജ്യമായിരുന്നു. ഇന്ത്യ ആ സമയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ഒരു രാജ്യമായിരുന്നു. സോ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1951 ഓക്കെ. സോ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1951 കാലഘട്ടങ്ങളിലാണ്. സോ ഇന്ത്യ ഒരു പുതിയ സ്വതന്ത്ര രാജ്യമായിരുന്നു. അവർക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടി വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റൗർക്കേല സ്റ്റീൽ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ട് റൗർക്കേല സ്റ്റീൽ പ്ലാന്റ്. സോ അതില് ജർമ്മനിയുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് സുത്യർഹമായിരുന്നു. സോ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോൺ അലൈൻമെന്റ് ട്രീറ്റി ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളുടെ മേജർ ഷിഫ്റ്റ് വരുന്നത് നമ്മളുടെ പോസ്റ്റ് കോൾഡ് വാർ എറയിലാണ്. 1990 ശേഷമാണ് നമ്മൾ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ക്രിയേറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വലിയ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. ഓക്കെ. സോ 2000-ലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇൻഡോ ജർമ്മൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 2000-ലാണ്. കഴിഞ്ഞ വർഷം 25 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇൻഡോ ജർമ്മൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. അന്ന് ഹിന്ദുവിലൊക്കെ വലിയ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. സോ 1951 മുതൽ നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര വലിയ ബന്ധങ്ങളൊന്നുമില്ല. നോർമൽ ട്രേഡുകൾ ഉണ്ടായിരുന്നു. ദെൻ എന്താണ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫേഴ്സ് അന്ന് നടക്കുന്നുണ്ടായിരുന്നു. പെർട്ടിക്കുലർലി ഹ്യൂമൻ റിസോഴ്സസിന്റെ ട്രാൻസ്ഫർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐരാവതി കാർവേ, സോഷ്യോളജി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈരുബായ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ഐരാവതി കാർവേ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഐരാവതി കാർവേ എവിടെയാണ് PhD സ്കോളർഷിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്? എവിടെയാണ്? ജർമ്മനിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. ഓക്കെ. ദെൻ നമ്മളുടെ സുഭാഷ് ചന്ദ്രബോസ് നമ്മളുടെ ഹിറ്റ്ലറെ കണ്ടിട്ടുള്ള കഥയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മൾ മോഡേൺ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്. സോ ആ സമയത്ത് തന്നെ റിലേഷനുകൾ ഉണ്ട്. അത് 1951 ആയപ്പോഴേക്കും എന്ത് ചെയ്തു? നമ്മളൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലേക്കും 2000 ആയപ്പോഴേക്കും പോസ്റ്റ് കോൾഡ് വാർ ആൻഡ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇറയിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് നമ്മൾ അത് നയിച്ചു. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജർമ്മനി? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ. ഐ റിപ്പീറ്റ്, യൂറോപ്പിലെ വലിയ ട്രേഡിംഗ് പാർട്ണർ. വിച്ച് മീൻസ് അറൌണ്ട് $33 ബില്യൺ കച്ചവടം ഇന്ത്യയും ജർമ്മനിയുമായിട്ട് നടക്കുന്നുണ്ട്. എത്ര കോടി രൂപയുടെ കച്ചവടം? $33 ബില്യൺ ബൈലാറ്ററൽ ട്രേഡ്. ഫ്രാൻസുമായിട്ട് എത്രയുണ്ട്? ഫ്രാൻസുമായിട്ട് അറൌണ്ട് 18 ബില്യൺ ട്രേഡ് മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ. സോ ചില കണക്കുകൾ പറയുന്നത് 16 ബില്യൺ ട്രേഡാണ് ഫ്രാൻസുമായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. സോ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ യൂറോപ്യൻ കൺട്രീസിന്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് നമ്മളുടെ ജർമ്മനി എന്ന് കാണാം. ദെൻ ജർമ്മനി മേജർലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് റിന്യൂവബിൾ എനർജീസ്, ഇൻഡസ്ട്രീസ്, ടെക്നോളജി എന്നീ ഫീൽഡുകളിലാണ്. എന്താണ് റിന്യൂവബിൾ എനർജീസ്, ടെക്നോളജി, ദെൻ എന്താണ് വാഹന നിർമ്മാണം, മാനുഫാക്ചറിങ്, അങ്ങനെ ഒരുപാട് മേഖലകളിലാണ് ജർമ്മനി മേജർലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ടെക്നോസെൻട്രിക് ആയിട്ടുള്ള ഒരു ജനത അവിടെയുണ്ട്. മൂന്നാമത്തെ ഇന്ത്യയുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിൽ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുക നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ അവരെല്ലാവരും പറയുന്ന കാര്യം പ്രായമായിട്ടുള്ളവരെ നോക്കാനായിട്ട് അങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. സോ ടെക്നോളജി ആൻഡ് ജെറിയാട്രിക് കെയർ ആണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ്സ്. ഓക്കെ. സോ ജർമ്മനിയെ കുറിച്ച് മനസ്സിലായല്ലോ. എക്കോണമിക് റിലേഷനുകളിൽ എന്താ വരുന്നത്? ഒരു $33 ബില്യൺ കച്ചവടം ഇന്ത്യയും ജർമ്മനിയുമായിട്ട് നടക്കുന്നുണ്ട്. രണ്ട്, അവിടെ എന്താണ് ടെക്നോളജി സെൻട്രിക് BMW നമ്മുടെ BMW എന്ന് പറയുന്ന കാർ നിർമ്മിക്കുന്നത് ആരാണ്? ജർമ്മൻ കാർ നിർമ്മാതാവാണ്.
ഓക്കെ, സോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് ഓർക്കുക. ദെൻ 2011 ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇന്റർ ഗവൺമെന്റൽ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫോമാറ്റില് എന്താണ് ജർമ്മനി അവരുടെ ഒരു ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ടോപ്പ് ലെവൽ മീറ്റിംഗ്, അതായത് ഇന്ത്യയിൽ നിന്ന് പ്രതിനിധികൾ പോവുകയും ജർമ്മനിയിൽ നിന്ന് പ്രതിനിധികൾ വരികയും ചെയ്യുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ കൺസൾട്ടേഷൻസ് നമ്മൾ 2011 ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റഷ്യയുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇന്റർ ഗവൺമെന്റൽ പാനൽ ഉണ്ട്. ഓക്കെ, ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ. അതിന്റെ പ്രകാരമാണ് പുടിൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യ റഷ്യൻ റിലേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ പൊളിറ്റിക്കൽ റിലേഷൻസ് നോക്കുകയാണെങ്കിൽ G20 ആരംഗമാണ് ജർമ്മനി അംഗമാണ്. യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യയുടെ ഒരു സപ്പോർട്ടർ ജർമ്മനിയാണ്. സോ ജർമ്മനി വിചാരിച്ചു കഴിഞ്ഞാൽ P5 കൺട്രീസിനെ ഒന്ന് നഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഫ്രാൻസ്, ദെൻ UK ഇങ്ങനെയുള്ള കൺട്രീസിനെയൊക്കെ നഡ്ജ് ചെയ്യണമെങ്കിൽ ആര് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും? നമ്മളുടെ ജർമ്മനി വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കും. ദെൻ ഇൻഡോ പസഫിക് ഡയലോഗ്, അതായത് ഇൻഡോ പസഫിക് മേഖലകളിൽ ഒരു നെറ്റ് സർവീസ് പ്രൊവൈഡർ ആകുക എന്നുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കൺട്രീസിൽ ഒന്നാണ് നമ്മളുടെ ജർമ്മനി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ റിലേഷനിൽ പെടുന്നത്. എക്കോണമിക് റിലേഷൻ ഞാൻ പറഞ്ഞു എത്രയാണ്? $33 ബില്യൺ ട്രേഡ് ആണ് ഇന്ത്യയും ജർമ്മനിയും നടക്കുന്നത്. ദെൻ ഡിഫറെന്റ് കമ്പനീസ്. ദെൻ മറ്റൊരു കാര്യം എന്താണ്? നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ 9ാമത്തെ സ്ഥാനം ആർക്കാണ്? ജർമ്മനിക്കാണ്. സോ ആദ്യ 10ൽ പെടുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ആദ്യ 10ൽ പെടുന്ന ഒരു കൺട്രിയാണ് ജർമ്മനി എന്ന് പറയുന്നത്. ദെൻ പല കമ്പനീസും പെർട്ടിക്കുലർലി ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ബോഷ് പോലെ, BMW പോലെ, സാപ്പ് പോലെ ഉള്ള ഡിഫറെന്റ് കമ്പനീസ് എവിടെ നിന്നാണ് വരുന്നത്? ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് കോപ്പറേഷൻ. സോ ഞാൻ പറഞ്ഞു ടെക്നോളജിയിൽ എന്തായിരുന്നു അവർ മേജർലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? റിന്യൂവബിൾ എനർജിയിലാണ്. ഓക്കെ, ഗ്രീൻ ടെക്നോളജിയിലാണ് അവർ മേജർലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ഹൈഡ്രജൻ, ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ. സോ ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളെല്ലാം പഠിക്കുന്നത് ഫ്രീ ആണ്. ഓക്കെ, സോ ഒരുപാട് ഇന്ത്യക്കാര് അങ്ങനെ പോയിട്ട് പഠിക്കുന്നുണ്ട്. ഒരുപാട് മികച്ച സയന്റിസ്റ്റുകൾ ലോകത്തില് ഈ ഒരു കോർപ്പറേഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി, ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫോം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കമുള്ളവർ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്രീൻ ഹൈഡ്രജൻ, റോബോട്ടിക്സ് ഇങ്ങനെയുള്ള മേഖലകളിലാണ് പ്രധാനമായിട്ടും ടെക്നോളജിക്കൽ കോർപ്പറേഷൻസ് വരുന്നത്. ഡിഫൻസ് പെർട്ടിക്കുലർലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി എന്താണ് ജോയിന്റ് നേവൽ എക്സസൈസും എന്താണ് ഇൻഡോ പസഫിക്കിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളുമാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനായിട്ട് പറ്റും. ജർമ്മനിയെ സംബന്ധിച്ച് നിങ്ങൾ ഊന്നി 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 പറയേണ്ട ഒരു കാര്യം 5th ഹെഡിങ് ആണ്, വിച്ച് ഈസ് ക്ലൈമറ്റ് എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി കോർപ്പറേഷൻ. ഇതിൽ നിങ്ങൾ പറയേണ്ട 3 സംഘടനകളുണ്ട്, അല്ലെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്? ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാർട്ട്ണർഷിപ്പ്. സോ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി, ജർമ്മനി ഈസ് എ ഡെവലപ്ഡ് കൺട്രി. ഈ 2 കൺട്രീസും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അത് പെർട്ടിക്കുലർലി നമ്മളുടെ COP-യുടെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ജർമ്മനിയുമായിട്ട് നമ്മൾ കൈകോർത്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയിലീഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലൻസ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ്? കൊയിലീഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലൻസ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് ജർമ്മനി ഒരു മെമ്പറായി. ആൻഡ് അനദർ തിങ്, ഇന്ത്യയുടെ സ്വന്തം ഇന്റർനാഷണൽ സോളാർ അലയൻസിലും ആര് പാർട്ടായി? നമ്മളുടെ ജർമ്മനി പാർട്ടായി. സോ ജർമ്മനി ഹ്യൂജ് ഇന്നോവേഷൻസും റിസർച്ചുകളും ഗ്രീൻ എനർജിയിലും ദെൻ സസ്റ്റൈനബിൾ എനർജീസിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. ദെൻ ഇലക്ട്രോണിക് വെഹിക്കിൾസുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇന്നോവേഷൻസുകളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഒരു മ്യൂച്വൽ കോർപ്പറേഷനിലൂടെ എന്താണ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ജർമ്മനിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് റെലവൻസിൽ. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഇന്നത്തെയും പത്രങ്ങളിൽ എന്താണ്, നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ജർമ്മനിയുമായിട്ട് സൈൻ ചെയ്യാനായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ജർമ്മനിയായിട്ടൊരു നമുക്കൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആവശ്യവുമാണ്. നമ്മളുടെ UK-യുമായിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. UK നോക്കുകയാണെങ്കിൽ ഒരു ബൈലാറ്ററൽ ട്രേഡ്
ഒരു $50 ബില്യൺ ബൈലാറ്ററൽ ട്രേഡ് നടക്കുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കൺട്രിയാണ് ജർമ്മനി എന്ന് പറഞ്ഞാൽ. പെർട്ടിക്കുലർലി നമ്മൾ 2 ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളാണ് ഇമ്പോർട്ടൻസോടുകൂടി കാണുന്നത്. അതൊന്ന് ജർമ്മനിയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ദെൻ യൂറോപ്യൻ യൂണിയൻ മൊത്തമായിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഇങ്ങനെ 2 ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. ഓക്കെ ആണോ? സോ ജർമ്മനി റിലേഷൻസ്. സോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് എനിക്ക് ഓരോ ഹെഡ്സിലും 5 ഹെഡ്സിലും പറയാനായിട്ട് പറ്റുന്നത്, ജർമ്മനിയെ കുറിച്ചിട്ട് ഓരോ ഹെഡ്സിലും പറയാൻ പറ്റുന്നത്. സോ ആ കഥ കൂടിയിട്ട് മനസ്സിൽ വെക്കുക. ഹിസ്റ്ററി 1950 മുതൽ എങ്ങനെയാണ് കറന്റ് 2011 2025 വരെ എത്തി നിൽക്കുന്ന ജർമ്മനിയുമായിട്ടുള്ള റിലേഷൻസ്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് 2000 സ്റ്റാർട്ട് ചെയ്തു. ഒരു ഇന്റർ ഗവൺമെന്റൽ പാനൽ എവിടെ ക്രിയേറ്റ് ചെയ്തു? 2011 ക്രിയേറ്റ് ചെയ്തു. അതിൽ ടോപ്പ് ഒഫീഷ്യൽസ് വന്നിട്ട് സംസാരിക്കും. ഒരു 2+2 ഡയലോഗ്, 2+2 ഡയലോഗ് ആസസ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ടോപ്പ് ഒഫീഷ്യൽസ് വന്ന് സംസാരിക്കുകയും മീറ്റിങ്ങുകളും മെമ്മോറാണ്ടംസും സൈൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ നമ്മളുടെ പാനലിലൂടെ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ക്ലൈമറ്റ് ടെക്നോളജി അല്ലെങ്കിൽ ക്ലൈമറ്റ് എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഊന്നി പറയേണ്ടത്. അതിലൊന്ന് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാർട്ണർഷിപ്പ്, ദെൻ കോയിലിഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലൻസ് ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എല്ലാവരും എഴുതും, ബാക്കി 2 എഴുതണമെങ്കിൽ പഠിച്ചിരിക്കണം. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഡിസ്കഷൻ കമ്മിങ് ടു എന്താണ് ഏർലി ചൈൽഡ്ഹുഡ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ്. നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത് പോരുന്ന ഒരു ന്യൂസ് ആണ്. ഞാൻ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്താണ്, 2047 ആകുമ്പോഴേക്കും നമ്മൾ $30 ബില്യൺ എക്കോണമി ആയിട്ട് മാറണം എന്നുള്ളതാണ്. $30 ട്രില്യൺ എക്കോണമി ആയിട്ട് മാറണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. സോ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേറുമ്പോൾ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രം കൊണ്ട് റോഡും എന്താണ് പള്ളിക്കൂടങ്ങളും അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ മാത്രം പണിതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഹ്യൂമൻ റിസോഴ്സസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതും പ്രധാനമായിട്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഒരു കുട്ടി ജനിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ 1000 വർഷത്തില് 1000 ദിവസത്തില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുന്നത്, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്താണ്? നമ്മളുടെ ICDs ആണ്, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. അതിലെന്താ ചെയ്യുന്നത്? അതില് നമ്മളുടെ പ്രീനാറ്റൽ, അതായത് കുട്ടി ഉദരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കൊടുക്കുന്നു. ദെൻ കുട്ടി അംഗനവാടികളിലേക്ക് എത്തുന്നു. അംഗനവാടിയിൽ എത്തിക്കഴിഞ്ഞാൽ 6 വയസ്സ് വരെയുള്ള എല്ലാ സപ്പോർട്ടുകളും ആര് കൊടുക്കുന്നു? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീംസ് വഴി കൊടുക്കുന്നു. ദെൻ 14 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ എല്ലാം ആര് കൊടുക്കുന്നു? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അർബൻ ഹെൽത്ത് മിഷൻസ് അങ്ങനെയുള്ള സംഘടനകളെല്ലാം കൊടുക്കുന്നു. സോ ഇത് വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് എന്ത് കൊടുക്കുന്നത്? നമ്മളുടെ ICDS വഴിയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോഷകാഹാരങ്ങളും ഡയഗ്നോസ്റ്റുകളും എല്ലാം കൊടുക്കുന്നത്. എന്നാൽ മിഡിൽ ക്ലാസ് ഇൻകം ഉള്ള ആളുകളുണ്ട്, അവരുടെ മക്കളുണ്ട്, ദെൻ ഹൈ ഇൻകം ഉള്ള ആളുകളുണ്ട്. ഇവരുടെ ഇടയിലെല്ലാം, ഈ കുട്ടികളുടെ ഇടയിലെല്ലാം എന്താണ്, രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ഒബീസിറ്റി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ദെൻ മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? വിട്ട് കളയുന്നു. സോ കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാവരിലേക്കും ഈക്വലി എത്തിക്കണം. ഓക്കെ, കഴിഞ്ഞ ദിവസം ഇൻ ദ സെൻസ് കഴിഞ്ഞ ആഴ്ചയിലോ കഴിഞ്ഞ മാസത്തിലോ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. വാട്ട് US ഗെയിൻ, ഹിന്ദുവിലാണോ ഇന്ത്യൻ എക്സ്പ്രസിലാണോ എന്നറിയില്ല, ഹിന്ദുവിലാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിലാണ്. വാട്ട് US ഗെയിൻ ആൻഡ് ഇന്ത്യ ഡസ് നോട്ട്. അതായത് US എല്ലാവർക്കും സ്റ്റേറ്റ് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. വെദർ ഇറ്റ് ഈസ് അംബാനിയുടെ മോൻ, വെദർ ഇറ്റ് ഈസ് മാത്യുവിന്റെ മകൻ, എല്ലാവർക്കും എന്ത് കൊടുക്കുന്നു? US ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അതായത് പബ്ലിക് ആണ് അവിടെ എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇന്ത്യയിൽ അങ്ങനെയല്ല. കാരണം ഗവൺമെന്റ് റണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, എയ്ഡഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, ദെൻ പ്രൈവറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. സോ ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്വാളിറ്റി ബട്ട് ഈക്വിറ്റി. എല്ലാവർക്കും എന്താണ് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ആർക്ക് കഴിയുന്നു? ഒരേ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട്
യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് സാധിക്കുന്നു. അതേപോലെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കെയറുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണ ജനങ്ങളിലേക്ക് മാത്രമേ എന്തെത്തിക്കുന്നുള്ളൂ? നമ്മള് പോഷകാഹാരങ്ങളും അമൃതം പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്കും ഇതൊരു റൈറ്റ് ആണ്. ആ റൈറ്റിനെ നമ്മൾ പലപ്പോഴും എത്തിക്കാതെ പോകുന്നു. സോ അങ്ങനെ ഒരു ടോട്ടൽ പ്ലാൻ വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഡിഫറെന്റ് ഫീൽഡിലേക്ക് ഇദ്ദേഹത്തിന്റെ പോയിന്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. റിലേറ്റഡ് ടു പ്രീ മാരിറ്റൽ ആൻഡ് പ്രീ കൺസെപ്ഷൻ കൗൺസിലുകൾ കൊടുക്കണം. പാരന്റൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ്. സോ വെറുതെ നമ്മൾ എന്താണ് ഹെൽത്ത് ചെക്കപ്പുകളിലേക്ക് മാത്രമായിട്ട് ഒതുക്കരുത്, പകരം പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുകളിലേക്കും പാരന്റൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റിലേക്കും ഏർലി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മോണിറ്റർ ചെയ്യുന്നതിലേക്കും 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി കെയർ എൻഷുർ ചെയ്യുന്നതിലേക്കും തുടങ്ങി നമ്മളുടെ പ്രവർത്തനങ്ങൾ നീക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. സോ നല്ലൊരു ആർട്ടിക്കിളാണ്. എന്താണ് നമ്മളുടെ വുമൺ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മളുടെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജൂലൈയിലാണ് അങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നത്. സോ ആ സമയത്തും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ എന്താണ് എ ബിൽ ദാറ്റ് റീ ഇമാജിൻസ് ഹയർ എഡ്യൂക്കേഷൻ റെഗുലേഷൻ. സോ എഴുതിയിരിക്കുന്ന ആള് IIT മദ്രാസിന്റെ തലവതിയാണ്. ഓക്കെ, സോ ഡയറക്ടർ ഓഫ് IIT മദ്രാസ് ആണ്. സോ ഹീസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ ആൻഡ് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്. സോ അദ്ദേഹം എന്താണ് ഇന്ത്യയിൽ പുതുതായിട്ട് നിലവിൽ വരാൻ പോകുന്ന ഹയർ എഡ്യൂക്കേഷൻ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുകയാണ്. ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം എന്താണ്? പല പ്രോബ്ലങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. വാട്ട് ഇസ് എ സ്ട്രക്ചറൽ പ്രോബ്ലം? പല ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അറൌണ്ട് 1000-ലധികം യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്. അതിൽ തന്നെ പല പല റെഗുലേഷനുകളുണ്ട്. സോ ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള റെഗുലേഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദം, അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എന്താണ് PG വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു ഡിഗ്രി റാങ്ക് ഹോൾഡർ, ഇദ്ദേഹം എന്ത് ചെയ്യണം? ഇദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് PG അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തുല്യത, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. ഓക്കെ അല്ലെ? അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ കോഴ്സിന്, ഫോർ എക്സാമ്പിൾ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് BCom ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ BComന് തത്തുല്യമായിട്ടുള്ള ഏത് കോഴ്സാണോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് അതുമായിട്ട് ഇക്വലൻസി ഉണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാനായിട്ട് 250 രൂപ വരും. ഓക്കെ, അപ്ലൈ ചെയ്യാനായിട്ട് 250 രൂപ വരും. ഫോർ എക്സാമ്പിൾ അപ്ലൈ ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഈ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു കുട്ടി BCom എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോഴ്സ് തത്തുല്യമായിട്ട് ഒരു BCom കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ഈ 2 കോഴ്സും തുല്യമാണ് എന്ന് തൂക്കി നോക്കിയിട്ട് അവരൊരു സർട്ടിഫിക്കറ്റ് തരും. എന്താണ് ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം അല്ലെങ്കിൽ അനിവാര്യത? സോ ഇതിന്റെ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബ്യൂറോക്രാറ്റിക് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു ഓർഡർ ഇറക്കിക്കൂടെ, അതായത് ഇന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള കോഴ്സുകൾ ഇന്ന തുല്യതകൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ എന്റെ പോക്കറ്റിലിരിക്കുന്ന 250 രൂപയും ലാഭം, എന്റെ സമയവും ലാഭം, അവിടെ ഇരിക്കുന്ന ഒരു ജോലിക്കാരനായിട്ടുള്ള ഒരു ഓഫീസറിന്റെ സമയവും ലാഭം. സോ ഇങ്ങനെയുള്ള പ്രൊസീജിയറൽ ഡിലേസ് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളിലുണ്ട്. അതിനൊന്നാമത്തെ കാരണം ഇത്രയും യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓരോ യൂണിവേഴ്സിറ്റീസും സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമങ്ങളും സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. സോ ഇതിനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ ബില്ല് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഇതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ആ ബില്ല് പ്രകാരം എന്താണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അല്ലെങ്കിൽ
ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫറെന്റ് റെഗുലേഷൻസുകളെല്ലാം മാറ്റിക്കൊണ്ട് ഒരു ഒറ്റ റെഗുലേറ്ററി ബോഡിയിലേക്ക് നമ്മൾ ചുരുങ്ങും. ഓക്കെ, സോ എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരൊറ്റ റെഗുലേറ്ററി ബോഡി, അതിന്റെ അണ്ടറിൽ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസിന് പ്രവർത്തിക്കാം. സോ ഈ ഒരു നിയമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ 1956 ചട്ടം മാറും. അപ്പോൾ അതിന് റിപ്പീൽ ചെയ്യും. ദെൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വേറെ തന്നെ ഫീൽഡാണ്. ദെൻ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വേറെ തന്നെ ഒരു ഫീൽഡാണ്. ഇതെല്ലാം മാറിയിട്ട് റെഗുലേഷന് വേണ്ടിയിട്ടും അക്രഡിഷന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ബോഡീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദെൻ ഇത് കൂടാണ്ട് സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റോബോട്ടിക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. IIT മദ്രാസിൽ റോബോട്ടിക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? സോ രണ്ടും തമ്മിൽ ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകാം, പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. സോ എവിടെ പഠിക്കുന്ന കുട്ടിക്കും ഈക്വൽ ആയിട്ടുള്ള ക്വാളിറ്റി, അതിനെയാണല്ലോ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, എല്ലായിടത്തും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു അംബ്രലയുടെ അണ്ടറിൽ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഈ ഒരു ആക്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുവഴി എന്താണ്? ബെറ്റർ ഗവർണൻസ് സാധ്യമാകും. ഒന്നാമത്തെ കാര്യം എന്താണ്? ബെറ്റർ ഗവർണൻസ്. പ്രൊസീജിയറൽ ഡിലേസ് ആണ് ഒന്നാമത്തെ പ്രോബ്ലം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നു, ഡിഗ്രി പാസ്സാകുന്നു, 3 വർഷം പഠിച്ചിട്ട് നിങ്ങൾ ഡിഗ്രി പാസ്സാകുന്നു. ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് വരും? പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വരും. ദെൻ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാർക്ക് ലിസ്റ്റ് കൂടിയിട്ട് നിങ്ങൾക്ക് വരും, അല്ലെ? പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും വരും, കൺസോളിഡേഷൻ മാർക്ക് ലിസ്റ്റും വരും. ഡിഗ്രി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു 300-600 രൂപ കൊടുത്തിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അതായത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വന്നു, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വന്നു, ഇതിനുശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം 600 രൂപ കൊടുത്തിട്ട്. അപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ, അതായത് സ്പീഡിൽ കിട്ടണമെങ്കിൽ ഒരു 1000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 600 രൂപ കൊടുത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീട്ടിൽ വരും. ഇറ്റ് ഈസ് കോൾഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. സോ ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അയക്കുന്ന സമയത്ത് തന്നെ ഇവന്മാർക്ക് ഒരു 200, 300, 600 രൂപ എക്സ്ട്രാ ചോദിച്ചിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടി നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ആരൊക്കെയാണോ പാസ്സായത് അവന്മാർക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ദർ എനി പ്രോബ്ലം? സോ ഇങ്ങനെയുള്ള പ്രൊസീജിയറൽ ഡിലേസ് എവിടെയാണ്? ഹയർ എഡ്യൂക്കേഷനിൽ വളരെയേറെ കൂടുതലാണ്. സോ കറന്റ്ലി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സമയം ഹയർ എഡ്യൂക്കേഷനിൽ വളരെ കുറവാണ്. പകരം ഇങ്ങനെയുള്ള പ്രൊസീജിയറൽ ഫോർമാലിറ്റീസിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ പോകുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഏതൊരു ബില്ല് അവതരിപ്പിച്ചത്? ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ ബില്ല് ഡിസംബറിൽ നമ്മളുടെ പാർലമെന്റിൽ, വിന്റർ സെഷനിൽ നമ്മളുടെ പാർലമെന്റിൽ അവതരിച്ചത്. ഇതിനിപ്പോൾ പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയും ഡീറ്റെയിൽ ഡിസ്കഷൻ നടക്കുകയും അതിനുശേഷം അതിനുശേഷം ഇത് നിയമമാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്രാബല്യത്തിൽ വരാനായിട്ട് സാധ്യതയുള്ള ഒരു ബില്ലാണ്. സോ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ്? യൂത്ത് എംപവർമെന്റ് സാധ്യമാകും, ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്സിലേക്ക് നമ്മളുടെ ഇത് ഉയർത്തും എന്നൊക്കെയാണ്. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോസ് കൂടും, ദെൻ മേജർലി വിദ്യാഭ്യാസത്തിന് കൂടുതൽ സമയം കിട്ടും. അതാണ് ഈ ബില്ലിന്റെ ഉത്തമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഒരു അംബ്രല ഫോം ചെയ്യുക, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു അംബ്രല ഫോം ചെയ്യുക, അംബ്രല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബില്ലിന്റെ ലക്ഷ്യം. ഓക്കെ, സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.